വിവാദ പരാമർശത്തിൽ എം മണിയെ തള്ളി മന്ത്രി പി പ്രസാദ്. വോട്ടിന് വേണ്ടിയല്ല ജനങ്ങൾക്ക് പെൻഷൻ നൽകുന്നത്, ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയവർ പിന്തുണയ്ക്കണമെന്ന് പറയുന്നത് ശരിയല്ലെന്നും പി പ്രസാദ് പറഞ്ഞു. സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് ഞങ്ങൾക്ക് വോട്ട് കിട്ടാൻ വേണ്ടിയൊന്നും അല്ല, വോട്ടിന് വേണ്ടി കൊടുക്കുന്ന ഒരു പരിപാടി അല്ലല്ലോ അത്. സർക്കാർ സംവിധാനത്തിലൂടെ പണം കൊടുക്കുന്നതുകൊണ്ട് സർക്കാരിന് നിങ്ങൾ പിന്തുണച്ചോളണം എന്ന നിലപാട് ഒരിക്കലും ഇടതുപക്ഷ മുന്നണി സ്വീകരിച്ചിട്ടില്ല. അത് മുന്നണിയുടെ ഒരു നിലപാടുമല്ല. വോട്ട് കിട്ടാൻ വേണ്ടി ചെയ്യുന്നത്. നമ്മുടെ സമൂഹത്തിൽ ഇത്രയും ആളുകളുണ്ട്, ആ അർഹരായിട്ടുള്ളവർക്ക് എത്തിക്കുന്നതിൽ വീഴ്ച ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ആ അർഹരായിട്ടുള്ളവരെല്ലാം ഇത് കിട്ടിയതിന്റെ പേരിൽ ഞങ്ങൾക്കൊപ്പം നിൽക്കണം എന്നൊരിക്കലും ഞങ്ങൾ അങ്ങനെ അതിന്റെ വേണ്ടി കൊടുക്കുന്ന ഒരു സംവിധാനമാണെന്ന് പറയാറില്ല, പറഞ്ഞിട്ടുമില്ല. ശരത്ത് നൽകും വിശദാംശങ്ങൾ. ശരത്ത്, വോട്ടർമാരെ, ജനങ്ങളെ അധിക്ഷേപിക്കുന്ന പരാമർശമായിരുന്നു എം മണി ഈ വോട്ടെടുപ്പ് റിസൾട്ട് വരുന്ന ദിവസം പറഞ്ഞത്. അതിനെതിരെ നേതാക്കൾ രംഗത്തെത്തുകയും ചെയ്തു. മന്ത്രി പി പ്രസാദിന്റെ വാക്കുകൾ എന്താണ്? എം മണിയെ തള്ളി തന്നെയാണ് മന്ത്രി പി പ്രസാദും ഇന്ന് രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് പെൻഷൻ വോട്ടിന് വേണ്ടി കൊടുക്കുന്നതല്ല എന്നുള്ളതായിരുന്നു മന്ത്രി പി പ്രസാദ് വ്യക്തമായി പറഞ്ഞതൊപ്പം എം മണി പറഞ്ഞത് ശരിയല്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായി. സർക്കാർ സംവിധാനത്തിലൂടെ പണം കൊടുക്കുന്നത് പിന്തുണയ്ക്ക് വേണ്ടിയല്ല, രാഷ്ട്രീയം നോക്കിയല്ല ആനുകൂല്യങ്ങൾ നൽകുന്നത്. ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയവർ സർക്കാരിന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെ പിന്തുണയ്ക്കണമെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല എന്നടക്കം മന്ത്രി പി പ്രസാദ് പറഞ്ഞു വെക്കുകയും ചെയ്തു. ഒപ്പം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായിട്ടുണ്ടെന്നും അത് തരത്തിൽ പ്രതീക്ഷിച്ച വിജയം ഉണ്ടായിട്ടില്ല, അത് ഏതെല്ലാം വിഷയങ്ങളാണ്, അതായത് സർക്കാർ ജനക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ തന്നെ കൃത്യമായി നടത്തിയിട്ടുണ്ട്. അതേസമയത്ത് ഈ ശബരിമല വിഷയമടക്കമുള്ള പൊതുവിഷയങ്ങൾ തിരിച്ചടിയായിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്നും ശബരിമല വിഷയത്തിൽ നിലവിലെടുത്ത കൃത്യമായ നടപടികൾ എടുത്തിട്ടുണ്ട്, ഇതിന് പുറമെ കൂടുതൽ നടപടികൾ ആവശ്യമാണോ എന്നടക്കം മുന്നണി ചർച്ച ചെയ്ത് കൂടുതൽ നടപടികൾ ആവശ്യമെങ്കിൽ അത് തിരുത്തു നിലപാടടക്കം LDF സ്വീകരിക്കുമെന്നുള്ളതാണ് മന്ത്രി പി പ്രസാദ് എന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. ഓക്കെ, പി പ്രസാദിന്റെ വാക്കുകളാണ്. എം മണിക്കെതിരെ, എം മണിയെ തള്ളിക്കൊണ്ടുള്ള വാക്കുകളാണ്. വോട്ടിന് വേണ്ടിയല്ല ജനങ്ങൾക്ക് പെൻഷൻ നൽകുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശരത്താണ് വിശദാംശങ്ങൾ നൽകിയത്.